ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കർമാതീത സ്ഥിതി. ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാം. കർമാതീതം എന്നാൽ കർമ്മത്തിനതീതമായിരിക്കുക. ശരിയാണ്, ആ വാക്കിന്റെ മീനിങ് അത് തന്നെയാണ്. അപ്പോ കർമാതീതം എന്ന് പറയുമ്പോൾ ഒരു കർമ്മവും ചെയ്യാതെ വെറുതെ ഇരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെയോ, നമ്മളിൽ നിക്ഷിപ്തമായ കർമ്മങ്ങൾ, കർത്തവ്യങ്ങൾ, ജോലികൾ എന്തൊക്കെയാണോ അതെല്ലാം പരിപൂർണമായ രീതിയിൽ ചെയ്തുകൊണ്ട്, എന്നാൽ അതിനെല്ലാം ഉപരിയായ ഒരു മാനസികാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു കർമ്മത്തിലോ കർമ്മത്തിന്റെ ഫലത്തിലോ നമ്മുടെ മനസ്സ് കുടുങ്ങിപ്പോകരുത്. കർമ്മ കോൺഷ്യസ് ആവശ്യത്തിലധികമാകാതെ എന്നാൽ കർമ്മത്തെ ചെയ്യുകയും വേണം. ചെല്ലു പറയാറുണ്ട്, ഞങ്ങൾ കർമ്മസന്യാസിയാണ്. കർമ്മസന്യാസം എന്നൊരവസ്ഥയില്ല. സന്യാസം എന്നാൽ വേണ്ടെന്ന് വെക്കുക. കർമ്മത്തെ വേണ്ടെന്ന് വെച്ച് നമുക്ക് ലോകത്ത് ജീവിക്കാനാകുമോ? ഈ ശരീരത്തിൽ പ്രാണൻ ഉള്ളിടത്തോളം കാലം, ജീവൻ ഉള്ളിടത്തോളം കാലം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള കർമ്മം ചെയ്തേ പറ്റും. ഉദാഹരണം, ശ്വസിക്കുന്നത് ഒരു കർമ്മമല്ലേ? വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്ന ഒരു കർമ്മമല്ലേ? ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന ഒരു കർമ്മമല്ലേ? അങ്ങനെ നമ്മുടെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ഒരു കർമ്മമല്ലേ? അപ്പൊ കർമ്മസന്യാസിയായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ കർമ്മസന്യാസിയാകാൻ പറ്റില്ല, എന്നാൽ നമുക്ക് കർമാതീതനാകാൻ സാധിക്കും. അതെങ്ങനെയാണ്? അതിന്റെ ഡെഫിനിഷൻ എന്താണ്? അപ്പൊ കർമാതീതം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കർമ്മത്തിന്റെയും ബന്ധനത്തിൽപ്പെടാതെ, അത് സ്പർശിക്കാതെ, അതിൽ നിന്നെല്ലാം വേറിട്ടിരിക്കുന്നതാണ്. ഒരിക്കലും നമ്മൾ ചെയ്ത ജോലികൾ നമ്മളെ പിന്നീട് അലട്ടരുത്. ജോലി ചെയ്തു, കഴിഞ്ഞു, ബസ്, മറന്നു. പിന്നെ ആ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നാൽ അത് കർമ്മബന്ധനത്തിൽ വന്നു എന്നർത്ഥം. എന്നാൽ കർമ്മബന്ധനത്തിനുപരിയായിരിക്കുന്ന അവസ്ഥയാണ് കർമാതീതം. കർമ്മം ചെയ്യുന്നുമുണ്ട്, എന്നാൽ കർമ്മത്തെക്കുറിച്ചുള്ള ചിന്തകൾ എന്നെ അലട്ടുന്നുമില്ല. ഞാനാണ് ചെയ്തത്, എനിക്ക് ഇന്ന ഫലം കിട്ടണം, ഇതിനെല്ലാം ഉപരിയായി അതിൻ്റെ ഒന്നും സ്പർശനമില്ലാതെ തികച്ചും വേറിട്ടിരിക്കുന്ന ഒരു അനുഭവം. മറ്റാരോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, ഞാൻ ചെയ്യുന്നു, ബസ്, കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും കർമ്മത്തിന്റെ ഭാരം എൻ്റെ തലയിലില്ല. ആരോ എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ നിമിത്തമായിരുന്നു ചെയ്തു, ഞാനൊരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. അപ്പൊ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും ശരീരത്തിനോ മനസ്സിനോ ഭാരമുണ്ടാകരുത്. ആ കർമ്മവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഭാരം മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം ഞാൻ കർമ്മബന്ധനത്തിന്റെ പിടിയിൽ വന്നു എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും ശരീരത്തിനും ക്ഷീണവും തളർച്ചയും ഫീൽ ചെയ്യും. കർമ്മം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ശരീരത്തിന്റെ ആ ഭാരരാഹിത്യം, മനസ്ഥിതിയുടെ ഭാരരാഹിത്യം ഇതെല്ലാം അനുഭവപ്പെടണം. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഒരിക്കലും കർമ്മത്തിന്റെ ഫലം നമ്മളിലേക്ക് അതിനെ ആകർഷിക്കരുത്. കാരണം എന്തു പറ്റും? കർമ്മഫലത്തെ ഇച്ഛിച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? നമ്മൾ കർമ്മത്തിലേക്കുള്ള ഫോക്കസിങ് കുറയും. ഇന്നത് കിട്ടും, ഇന്നത് കിട്ടും, മനക്കോട്ട കെട്ടിക്കൊണ്ട് ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ എന്ത് ശ്രദ്ധയാണോ ഞാൻ കൊടുക്കേണ്ടത് ആ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കില്ല. ആ കർമ്മത്തിൽ ധാരാളം ഫാൾട്ടുകൾ വന്നു ചേരും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച ഫലം കിട്ടാൻ സാധിക്കുകയില്ല. ആ പ്രതീക്ഷിച്ച ഫലം കിട്ടാതെ വരുമ്പോഴോ, കിട്ടിയില്ലല്ലോ എന്നുള്ള നിരാശയും സങ്കടവും ചിലപ്പോൾ ദേഷ്യവും വന്നെന്നിരിക്കാം. അതുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. എന്നാൽ കർമ്മത്തിന്റെ ബന്ധനത്തിൽ പെടാനും പാടില്ല. ഒരിക്കലും കർമ്മം അതിലേക്ക് നമ്മളെ ആകർഷിക്കരുത്. കർമ്മം നമ്മളെ അതിലേക്ക് വലിക്കാതെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക. ഞാൻ അധികാരിയാണ്, ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഓർഡർ കൊടുക്കുന്നു, കൈയോട് ജോലി പറയുന്നു, കൈ ചെയ്യുന്നു. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളോട് ഞാൻ പറയുകയാണ്, ആ ജോലി ചെയ്, ആ ജോലി ചെയ്യും. ജോലി കഴിഞ്ഞു, അവർ ഫ്രീ ആയി. അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു ഇൻസ്ട്രുമെന്റ് സോളാണ്, നിമിത്തമാണ് എന്നുള്ള ഭാവത്തിൽ ഇരുന്നു കൊണ്ട് ആ കാര്യം ചെയ്യൂ. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ശരിക്കും കർമാതീത സ്ഥിതി എന്ന് പറയുന്നത്. ഇതിന് വളരെയധികം ഗഹനമായ ഡെഫിനിഷൻ ഉണ്ട്.
പരിഭാഷയുണ്ട്. അത് നമുക്ക് പുറകെ മനസ്സിലാക്കാം. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. കർമാതീതം എന്നാൽ കർമ്മം ചെയ്തുകൊണ്ടും കർമ്മത്തിന്റെ ആകർഷണത്തിൽ വരാതെ, കർമ്മത്തിന് അധീനമാകാതെ ശരീരവും മനസ്സും ലൈറ്റായിരിക്കുക. ഇന്ന് എല്ലാവരും ജോലി ചെയ്യുമ്പോൾ ഓവർ കോൺഷ്യസ് ആണ്, ഓവർ ടെൻഷനാണ്. അതുകൊണ്ട് എന്താ, ചെയ്യുന്ന ജോലിട്ട് ശരിയാവുകയില്ല. ജോലി ചെയ്ത് കഴിഞ്ഞാലോ ഒരു തൃപ്തിയുമില്ല. അങ്ങനെ വേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യരുതായിരുന്നു. ഈ ചിന്തകളെല്ലാം കർമ്മചിന്ത നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ കർമ്മത്തിന്റെ ബന്ധനത്തിൽ പെട്ടു. അതുകൊണ്ടാണ് ഭക്തിയിൽ നമ്മൾ പാടാറുണ്ട്, കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം. അപ്പൊ പുരുഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മ. നമ്മൾ എല്ലാ ആത്മാക്കളും ഈ കർമ്മക്ഷേത്രത്തിൽ, ഈ ശരീരത്തിൽ വന്ന് കർമ്മം ചെയ്തു. നമ്മുടെ കർമ്മങ്ങൾ തന്നെ നാളെ നമ്മുടെ കാലിലെ ചരടായി മാറുന്നു. നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ വലയിൽ തന്നെ നമ്മൾ കുടുങ്ങിയിട്ട് രക്ഷപ്പെടാതെ കിടന്ന് കൈയും കാലിട്ടടിക്കുന്നു. പിന്നെ പശ്ചാത്താപമായി, മാപ്പ് പറച്ചിലായി, എന്തെല്ലാം പ്രശ്നങ്ങൾ. അതുകൊണ്ട് സ്വയം ഭഗവാൻ പറയുന്നു, കർമ്മണ്യോ വാധികാരസ്ഥ മാഫലേഷു കഥാഞ്ജന. കർമാതീത സ്ഥിതി അറ്റൈൻ ചെയ്യാൻ കർമ്മത്തിന് അതീതമായിരുന്നു കൊണ്ട് കർമ്മം ചെയ്യാനുള്ളൊരു മെത്തേഡാണ് മാഫലേഷു കഥാഞ്ജന. ഓക്കെ.